എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടുള്ള ഒരു പലഹാരവുമായിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്, 1 കപ്പ് ചിരകിയ തേങ്ങ, കുറച്ച് കശുവണ്ടി, കിസ്മിസ്, 2 ഏലക്ക, 3 പഴം, കുറച്ച് പഞ്ചസാര. ഇനി നമുക്ക് ഓരോ പഴവും നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഈ കശുവണ്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ പാനിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും വാടി വരുമ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതേ പാനിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും തേങ്ങയും മിക്സായി വരുമ്പോൾ ഇതിലേക്ക് കശുവണ്ടി, കിസ്മിസ് മൊരിച്ചത് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഓരോ പഴത്തിൻ്റെയും പീസ് എടുത്തിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ഈ തേങ്ങയുടെയും കശുവണ്ടിയുടെയും കൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. നേരിയ ചൂടോടുകൂടി തന്നെ ഇതിൽ വെച്ച് കൊടുക്കണം. ഇത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ചുരുട്ടിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മൊരിച്ച കശുവണ്ടിയും കിസ്മിസും വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള ഈ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ 1500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും കൂട്ടിൻ്റെ നന്ദി. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്.